നമസ്കാരം. കേരളത്തിൽ ഏറ്റവും ശക്തമായ പോരാട്ടം നടന്ന നിയമസഭാ മണ്ഡലങ്ങളിലൊന്നാണ് അമ്പലപ്പുഴ. CPM-നെ സംബന്ധിച്ച് പ്രസ്റ്റീജ് മത്സരം നടന്ന മണ്ഡലം കൂടിയാണിത്. CPM-ന്റെ ആലപ്പുഴയിലെ ഏറ്റവും കരുത്തനായ നേതാവായിരുന്ന ജി സുധാകരൻ CPM വിട്ട് UDF പാളയത്തിലേക്ക് ചേക്കേറിയാണ് ഇവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായത്. UDF വോട്ടുകളും തനിക്ക് ലഭിക്കുമെന്ന് സുധാകരൻ പറഞ്ഞ BJP വോട്ടുകളും ചേർന്നാൽ സുധാകരൻ ജയിക്കാൻ തന്നെയാണ് സാധ്യത നിലനിൽക്കുന്നത്. BJP-യിൽ നിന്നും സുധാകരന് വോട്ടുകൾ ലഭിച്ചതായാണ് CPM-ന്റെ പ്രാഥമിക നിഗമനവും. അമ്പലപ്പുഴയിൽ BJP വോട്ട് UDF-ന് മറിച്ചിട്ടുണ്ടെന്ന് LDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MLA-യുമായ സലാം കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. സുധാകരൻ സ്ഥാനാർത്ഥിയായതോടെ CPM വോട്ടുകളിൽ വിള്ളൽ വന്നതായാണ് പാർട്ടി വിലയിരുത്തിയിട്ടുള്ളത്. CPM വോട്ടുകൾ മുഴുവൻ പാർട്ടി ചിഹ്നത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ലെന്നാണ് പാർട്ടിക്ക് ലഭിച്ച റിപ്പോർട്ടും. ഇടതു വലതു മുന്നണികളിലേക്ക് ചാഞ്ചാടി നിൽക്കുന്ന വോട്ടുകളും ഇത്തവണ സുധാകരന് ലഭിച്ചെന്നാണ് സൂചന. സുധാകരൻ ജയിക്കുകയാണെങ്കിൽ അത് 2000-ൽ താഴെ വോട്ടുകൾക്കായിരിക്കുമെന്നും മണ്ഡലത്തിൽ ഫോട്ടോ ഫിനിഷിന് സാധ്യത ഏറെയാണെന്നുമാണ് CPM കണക്കുകൂട്ടുന്നത്. എന്നാൽ സുധാകരന് 5000-നും 10,000-നും ഇടയിൽ ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് UDF വിലയിരുത്തൽ. 10,000 വോട്ടിന്റെ ഭൂരിപക്ഷം വരെ സുധാകരന് ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും UDF കണക്കുകൂട്ടുന്നുണ്ട്. സുധാകരൻ മത്സരിച്ചതോടെ വലിയ വിവാദങ്ങളും ഒപ്പമുണ്ടായി. സുധാകരൻ ജാതി അധിക്ഷേപം നടത്തിയെന്ന ആരോപണവുമായി CPM നേതാവ് CS സുജാത രംഗത്തെത്തിയിരുന്നു. സുജാത നായന്മാരുടെ വീട്ടിലെ പോകൂ, ജാതി അറിയിക്കാൻ മുല്ലപ്പൂ വയ്ക്കും എന്നുള്ള സുധാകരന്റെ വാക്കുകളാണ് വിവാദമുണ്ടാക്കിയത്. ഇതിനെതിരെ സുജാതയും ശക്തമായി പ്രതികരിച്ചിരുന്നു. LDF സ്ഥാനാർത്ഥി വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് കണ്ടപ്പോൾ വിറടി പിടിച്ച സുധാകരൻ സമനില തെറ്റിയാണ് തനിക്കെതിരെ ജാതി അധിക്ഷേപം നടത്തിയതെന്നാണ് സുജാത പറഞ്ഞത്. CPM ജില്ലാ നേതൃത്വവും സുധാകരനെതിരെ രംഗത്ത് വന്നിരുന്നു. അമ്പലപ്പുഴ ഫലം CPM എന്തായാലും ഉറ്റുനോക്കുകയാണ്. സുധാകരൻ ജയിച്ചാൽ അത് CPM-ന് കേരളത്തിൽ ലഭിക്കുന്ന വൻ തിരിച്ചടിയായി മാറും. CPM കേഡർ വോട്ടുകൾ വഴിമാറിപ്പോയതിൽ പാർട്ടി നേതൃത്വത്തിന് ഉത്തരം നൽകേണ്ടിയും വരും.